ഗൾഫിൽ പോയില്ലെങ്കിൽ ഒക്കത്തില്ല. ലോകത്തെല്ലാവരും ഗൾഫിൽ പോയില്ലേ ജീവിക്കുന്നത്. ഇപ്പോൾ ഗൾഫിലുള്ളവരെല്ലാം എന്തോ അവിടെ തന്നെ നിൽക്കുമായിരിക്കും. അവരങ്ങ് നാട്ടിലോട്ടൊന്നും പോകത്തില്ല. വേറെങ്ങോട്ട് എന്തോ ചെയ്യാൻ. ചേട്ടോ ചേട്ടോ, ഇതൊന്ന് മാറ്റി വെക്കാൻ പറയാൻ നിങ്ങൾക്ക് പറ്റത്തില്ലയോ? ഈ വീട് ഞാൻ തന്നെ എല്ലാം ചെയ്യണോ? ഒന്ന് മാറ്റി വെച്ചേ. അന്തേം കണക്ക് മോനും കണക്ക് പറയുന്നൊന്നും കേൾക്കത്തില്ല. അറിയാത്ത പിന്നെ അല്ലാതെ ചലിക്കാതെ ഇവിടുത്തെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്തോ ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? ഒന്നും നടക്കുന്നില്ല. എന്തോന്ന് ഇവിടെ നടക്കുന്നത്? അതെങ്ങനെയാ? തന്തയ്ക്ക് എന്തെങ്കിലും ചിന്തയുണ്ടോ? ഒരു മനുഷ്യൻ നിങ്ങൾ ഇങ്ങനെ പാട്ടിന് പോകും. എന്തു ഈ കാണിക്കുന്നേ? എല്ലാം കൂടെ പുള്ളി ഉടനങ്ങ് താഴെ കിടക്കും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആ പെണ്ണ് ഗൾഫിൽ പോവാൻ നിൽക്കുവോ? ഇവിടെ എത്ര പെണ്ണുങ്ങളുണ്ട് ഞാനല്ലാതെ? നീ ഗൾഫിൽ പോകുന്നില്ലല്ലോ. ഞാൻ ഗൾഫിൽ പോകുന്നില്ല. അവള് ഗൾഫിൽ പോവാൻ നിൽക്കുക. എങ്ങനെയെങ്കിലും അവളെ ഇവിടെ പിടിച്ചു നിർത്തണം. എന്തിന്? ജോത്സ്യര് പറഞ്ഞ നിങ്ങൾ മറന്നുപോയോ? മൂന്നാമത്തെ കൊച്ചുണ്ടായാലേ അവന്റെ കരിയർ രക്ഷപ്പെടത്തുള്ളൂ. നമ്മുടെ മോൻ രക്ഷപ്പെടണ്ടായോ? 2 പിള്ളേരുണ്ടല്ലോ. ഇപ്പം 2 പിള്ളേരുണ്ട്. ഇനിയിപ്പോ ഒന്നും കൂടെ വേണോന്ന് അതാ പെണ്ണിനോട് പറയണം. അവനോട് പറ. അവൻ പറഞ്ഞല്ലേ നടക്കത്തുള്ള കാര്യങ്ങൾ. പിന്നെ വിളിച്ച് കളിക്കണ്ടേ? ചുമ ഭയങ്കര ചുമ. എടുത്ത് അണ്ണാക്കിനകത്തോട്ട് കമത്ത് എന്നിട്ട് ഇച്ചിരി തീ കൂടിട്ട് ആളെ അങ്ങ് കത്തിക്ക്. അതാവുമ്പോ പട്ടട ഒരുക്കണ്ട. ഇത് കർപ്പൂരവാ. അരി ഏതാ കുരു ഏതാന്ന് തിരിച്ചറിയാത്ത ഒരു മനുഷ്യന്. തെങ്ങിന്റെ അരിയോ മോനും കണക്കാ, തന്തയും കണക്കാ, മരുമോളും കണക്കാ. പറഞ്ഞോണ്ടിരിക്ക. ചെറുക്കനെ വിളിച്ച് കാര്യം പറ. ചെറുക്കനെ എന്തോ അമ്മേ എന്താ പറയണ്ടോ? മോനെ, ജോത്സ്യര് പറഞ്ഞ കാര്യം നിനക്ക് അറിയത്തില്ലയോ? നിനക്ക് മൂന്നാമതൊരു കൊച്ചുണ്ടായി കഴിഞ്ഞാലേ നീ രക്ഷപ്പെടത്തുള്ളൂ. ഈ വീട് രക്ഷപ്പെടത്തുള്ളൂ. നിനക്ക് എന്നെ മുട്ടാതെ പറ്റത്തില്ല മനുഷ്യ. അമ്മ ഇതൊന്നും പറഞ്ഞ അവളുടെ അടുത്തോട്ട് ചെല്ലാനൊന്നും പറ്റത്തില്ല. അവൾക്ക് ഒന്നാതെ 2 പ്രസവം കഴിഞ്ഞതിന് ശേഷം അവൾക്ക് ഭയങ്കര പേടിയാ. പ്രസവിക്കുന്നതിന് പേടി എന്തിന്? അവള് തന്നെ പേറെടുത്തത്. ആശുപത്രിയിൽ നിന്ന് പോയില്ലയോ പേറെടുത്തത്? എന്തോ പേടി? അപ്പൊ പണ്ടത്തെ ഉള്ളവര് പേടിച്ച് വെറുതെ ചത്തുപോണല്ലോ. അപ്പോഴേ നീ പോയി പറയടാ, അവള് കേൾക്കും. എന്നാ പിന്നെ അമ്മ പോയി പറ. ഞാൻ പറഞ്ഞാൽ മതിയോ? നീ പോയി പറയടാ. ഇറക്കാ എന്നെ അവള് ചീത്ത വിളിക്കും അമ്മേ. അല്ലേ ഭാര്യ എടുത്തൊരു കാര്യം പറയാൻ പേടിയോ? അവനൊക്കെ ഒരു ഭർത്താവാന്നോ? അങ്ങോട്ട് പോയി എടുത്ത് വെച്ചേ. അങ്ങോട്ട് എടുത്ത് വെക്ക് മനുഷ്യ. പറഞ്ഞാ പോരെ? എടി നിനക്കേ ഒന്നുകൂടെ ഒന്ന് പ്രസവിക്കാൻ പറ്റുമോ? ഇനിയും പ്രസവിക്കാനോ? ഞാനോ? അയ്യോ, നടന്നത് തന്നെ. ഒറ്റ പ്രസവത്തിന് 2 പിള്ളേരാണ് തന്നത്. ഇനി നിനക്ക് നിന്നെ കൊച്ച് നഴ്സറി തുടങ്ങാനോ? എടി എന്റെ ജാതകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടടി മൂന്നാമതൊരു കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്റെ സമയം മാറുമെന്ന്. മാറാൻ പോകുന്നത് നിങ്ങളുടെ സമയമായിരിക്കത്തില്ല, എന്റെ സമയമായിരിക്കും. ആര് നോക്കൂന്നാ? എടി എന്റെ അമ്മ നോക്കത്തില്ലേ? അയ്യോ, അമ്മ അങ്ങ് നോക്കി. അതുകൊണ്ടാണ് 2 പിള്ളേർ ഇവിടെ തന്നെ വളരുന്നത്. ഇവിടെ ഇല്ലാത്ത നിയമങ്ങൾ വല്ലതും ഉണ്ടോ? കരയാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, വിളക്കിന്റെ അടുത്ത് പോകാൻ പാടില്ല, ഫുഡ് താഴെ ഇടാൻ പാടില്ല. പിള്ളേരും അടുത്തിട്ട് എന്നോട് ഇങ്ങോട്ട് വന്ന് പറയുമായിരുന്നു അമ്മമ്മയുടെ അടുത്ത് കൊണ്ട് നിർത്താൻ. അതുകൊണ്ടാണ് ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് കൊണ്ട് നിർത്തിയേക്കുന്നത്. ജോത്സ്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒരു കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്റെ സ്റ്റാറും കൊണ്ടാ വരുന്നതെന്ന്. ഞാൻ വയറ്റിൽ ക്രിസ്മസ് പരിപാടി നടത്തുവാണല്ലോ, കുഞ്ഞ് സ്റ്റാറും കൊണ്ട് ഇറങ്ങി വരാൻ വേണ്ടി. പെണ്ണുങ്ങളോടൊന്നും പറയാനും പറ്റത്തില്ല. നിന്റെ തീരുമാനം എന്തോ? ഞാൻ എന്റെ കരിയർ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു. അതുകൊണ്ടേ ഞാൻ എന്റെ പ്രസവം നിർത്തിയാലോ എന്നങ്ങ് ആലോചിക്കുക. പ്രസവം നിർത്താനോ? അതിന് അവക്ക് എന്താ അവകാശം? അവളുടെ പ്രസവം നിർത്തുന്ന അവളാണ്. ഈ വീട്ടിലെ കാര്യം തീരുമാനിക്കുന്നത് അവളല്ല, ഈ ഞാൻ. അത് മാത്രമല്ല, ഗൾഫിൽ പോയിട്ട് ഇപ്പൊ അവക്ക് എന്താ ആവശ്യമുള്ളേ? ആവശ്യമുണ്ട്. എനിക്കിങ്ങനെ പെറ്റുകൂട്ടാൻ പറ്റത്തില്ല. എനിക്ക് എന്റെ കരിയർ നോക്കണം. നോക്കിയേ പറ്റൂ. നോക്കട്ടെ, കരിയർ നോക്കട്ടെ. അവളോട് ആരാ വേണ്ടെന്ന് പറഞ്ഞത്? രാവിലെ പിള്ളേരെ കുളിപ്പിച്ചൊരുക്കി സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം 4 മണി വരെ ഇരുന്ന് കരിയർ നോക്കാമല്ലോ, തേരാപ്പാര. അത് കഴിഞ്ഞ് പിള്ളേർ സ്കൂളിൽ നിന്ന് വന്ന് അവർക്ക് കുളിപ്പിച്ചൊരുക്കി ആഹാരം കൊടുത്ത് കിടത്തി ഉറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാത്രിയിൽ എന്തുവാ സമയം? തച്ചിൻ പുറത്തിരുന്ന് കരിയർ നോക്കട്ടെ. ലൈറ്റ് ഇട്ടാ പോരെ? സമയോ? എന്റെ സമയത്തെ കുറിച്ച് കൂടുതലൊന്നും പറയല്ലേ. കല്യാണം കഴിഞ്ഞിട്ട് ജോലിക്ക് വിടാന്ന് പറഞ്ഞിട്ട് എന്നെ വിട്ടോ? ഇല്ലല്ലോ. പിന്നെ പിള്ളേരായി, അവരെ നോക്കി ഇരിപ്പായി. ഇനിയെങ്കിലും എനിക്ക് എന്തെങ്കിലും ചെയ്യണം. നിങ്ങളിങ്ങനെ വിഷമിക്കാതെ, ഞാൻ ഇല്ലേ കൂടെ? ഞാൻ ആദ്യം ഒന്ന് പോട്ടെ, എന്നിട്ട് ചേട്ടനും ജോലി സെറ്റാക്കി തരാം. ഞാൻ സെറ്റാക്കി തരാം. എന്ത് സെറ്റാക്കാമെന്ന്? അവള് നിന്നെ സെറ്റാക്കാൻ നോക്കിക്കോ. അവളെ ഇവിടുന്ന് പ്രസവിപ്പിക്കാതെ വിടത്തില്ല. നോക്കിക്കോ. നോക്കിയിരുന്നോ? ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ല. ശരി, ഞാൻ പ്രസവം നിർത്തുന്നില്ല. പക്ഷേ നിങ്ങൾ പ്രസവം നിർത്തണം. അവളെന്താ പറഞ്ഞു?
അച്ഛാ എന്നെ ബാഷ്പീകരിക്കണമെന്ന് പറഞ്ഞു അച്ഛാ. ബാഷ്പീകരിക്കാനോ? എന്നിട്ട് പുഴുങ്ങണോ? അയ്യറിയതല്ല. അവള് പ്രസവം നടത്തുന്നില്ലെന്ന്. ആ നന്നായി. ശ്വാസം നേരെ. ഞാൻ നേരാത്ത നേർച്ചയില്ല. അവള് സ്നേഹമുള്ളവളാ. ആ പിന്നെ നിങ്ങളോടായിരിക്കും, എന്നോട് സ്നേഹമൊന്നുമില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഇന്ന് രാത്രി തന്നെ തുടങ്ങിക്കോ കാര്യങ്ങൾ. എന്ത്? അല്ല, കുടുംബ പ്ലാനിങ്, ഏത് ഹോസ്പിറ്റലിൽ കാണിക്കണം, എന്തൊക്കെ കഴിക്കണം, അതൊക്കെ ഇല്ലേ? അവള് പ്രസവം നടത്തുന്നില്ലെന്നാ പറഞ്ഞത്. പക്ഷെ ഞാൻ പ്രസവം നടത്തണമെന്ന് പോലും. ആ എനിക്കറിയത്തില്ല എന്തുവാന്ന്. അപ്പൊ ഇതിനു മുമ്പ് 2 പിള്ളേരെ നീ അങ്ങ് പ്രസവിച്ചേ? അല്ല അവളാ. യൂട്രസ് എവിടെടാ? എന്റെ പൊന്നമ്മ, ഞാനിത് ആദ്യമായിട്ട് കേൾക്കുവാ അമ്മ ഇങ്ങനെയൊക്കെ. ഞാനെങ്ങനെ അമ്മ നിർത്തുന്നത്? അച്ഛൻ നിർത്തിയിട്ടുണ്ടോ? അച്ഛൻ നിർത്തിയിട്ടാ നീ ഉണ്ടായത്. ഞാൻ പണ്ടേ നിർത്തിയല്ലടാ. എടാ, ഈ പട്ടികയൊക്കെ നിർത്തുന്നത് പോലെ വന്ധീകരിക്കണമെന്നാണോ പറയുന്നത്? ആ അതന്നെ ആ വാക്കാ അവള് പറഞ്ഞത്. അത് ഞാൻ ചെയ്യണോ അമ്മേ? പട്ടിയെ ചെയ്യുന്നത് ഞാൻ ചെയ്യണോ? പൊന്നിടാ, ചെവി മുറിച്ചു വിടുവിടാ. ഇത് പിന്നെ നാട്ടുകാർ മൊത്തം വന്ധ്യംകരിച്ചവനെ വിളിച്ചോണ്ടിരിക്കും. എന്നെ വന്ധീകരിച്ചാൽ അച്ഛാന്ന് വിളിക്കും. അത് കാര്യം. എടാ, ഈ നാട്ടിലുള്ള പട്ടികളെയൊക്കെ വന്ധീകരിക്കുമ്പോഴേ ചെവി മുറിച്ചു വിടും, അറിയാവോ? അതുപോലെ നിന്റെയും മുറിച്ചു വിടുമെന്നാ പറഞ്ഞത് അമ്മ. ഒരു കാര്യം ചെയ്, മക്കളെ പറ, ഒക്കത്തില്ലെന്ന് പറ. ഇതൊക്കെ ഭയങ്കര റിസ്ക് ആവട്ടെ, ചത്തുപോകും. അല്ലെങ്കിൽ ഇവക്ക് ആണുങ്ങളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ശരിയാവുന്ന? ഇത് ആണുങ്ങളാണോ ചെയ്യുന്നത്? പെണ്ണുങ്ങളാവുമ്പോ ഇച്ചിരി വേദനയൊക്കെ സഹിക്കും. അതുപോലാണോ ആണുങ്ങള്? നീ ഒരു കാര്യം ചെയ്യും, പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ വിളിച്ച് കാര്യം പറ. മോളെ നീ ഒന്ന്. എനിക്കെന്നാ തൊലി വിരിയുന്നു കണ്ടിട്ട്. അയ്യോ, ബിരിയാണി മാത്രം ഉണ്ടോ അതിന് തൊലി? നേരത്തെ എല്ലാം ഉരിഞ്ഞങ്ങ് പോയതല്ലേ? നീ എന്തോ ചെറുക്കനോട് പറഞ്ഞത്? വന്ധ്യംകരിക്കാൻ പറഞ്ഞോ ചെറുക്കൻ? ആ, ഇവനാന്നോ പ്രസവം നിർത്തേണ്ടത്? നീ അല്ലേ പ്രസവം നിർത്തേണ്ടത്? നീ അല്ലയോ പെണ്ണ്? അതല്ലേ ഇപ്പൊ എളുപ്പം. അവൻ്റെ ഇത് കണ്ടിച്ച് കളയുന്നത് എളുപ്പം ഇല്ലയോ? അതാകുമ്പോ ഒറ്റ കാര്യം തീരുമല്ലോ. അച്ഛൻ കാട് കയറി ചിന്തിക്കാതെ, ഇത് വെറും ഒരു സർജറിയാ. എന്റെ കുഞ്ഞിന് ചെയ്യുമ്പോൾ ചെറിയ സർജറി, നിനക്ക് ചെയ്യുമ്പോൾ വലിയ സർജറി. എടി, ഇതൊന്നും ആണുങ്ങളല്ല ഇത് ചെയ്യേണ്ടത്. അവർക്കിപ്പം വേദന സഹിക്കാൻ പറ്റത്തില്ല. അതൊക്കെ പെണ്ണുങ്ങൾ തന്നെയാ ചെയ്യണ്ടേ. ഇത് ഏത് നൂറ്റാണ്ടിലെ വർത്തമാനമാ? മോടെ അച്ഛൻ വന്ധീകരിച്ചിട്ടുണ്ടോ? ആ ഉണ്ട്. കുടുംബത്തോട് ഇറങ്ങിക്കോ വന്ധീകരിക്കാൻ. അതെ, സ്വന്തം ഭർത്താവില്ലയോ, സംസാരിക്കുമ്പോഴേ കുറച്ച് ബഹുമാനമൊക്കെ കാണിക്കും. സംസ്കാരം ഇല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തുവാ എനിക്ക് വേദനിച്ചു കേട്ടോ. വേദനിച്ചു. എന്തോ കാണിക്കുന്നത്? കൈ കുത്തി ഉച്ചിലോട്ട് കുത്ത്. അല്ലേ വേണം ചെയ്യുന്നു. ഭർത്താക്കന്മാരോട് ഇച്ചിരി ബഹുമാനമൊക്കെ കാണിക്കണം, എന്നാലേ നിലനിൽപ്പുണ്ടാവും. ഇത് നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ വീട്ടുകാരോട് വരാൻ പറ. വേദനിച്ചോ? കുഴപ്പമില്ല, നീ ഇരിക്കട്ടെ. വീട്ടുകാരോട് വരാൻ പറ. അവരോടാ സംസാരിക്കേണ്ടത്. വരാൻ പറ. എനിക്ക് അയാളെ ഒന്ന് കാണണം, വന്ധീകരിച്ച പുരുഷനെ. എന്തതിനാ? അല്ല, എവിടാ വന്ധീകരിച്ചത്, എങ്ങനെയാന്നൊക്കെ അറിയണ്ടേ? അണ്ണാക്കിനകത്ത്. അറിയത്തില്ല ഇത്? അണ്ണാക്കിനായിരിക്കും. പറയുന്നില്ല ഞാന്. നീ പോ. ഈ കൊച്ചെങ്ങനെ തള്ള വരുമ്പോ ചോദിക്കാം കേട്ടോ. എന്തുവാ സംസാരിക്കാൻ കേട്ടോ? നീ സംസാരിക്കൂ. ആണടുത്തനല്ലേ സംസാരിക്കാൻ കേട്ടോ. അതെ, ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. അശ്വതി മോളെല്ലാം വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് തിരക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്താ കാര്യം? അപ്പൊ ആദ്യം വലിയ പറയണോ? കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല. നിങ്ങളുടെ മോളെ എൻ്റെ മോനോട് പറഞ്ഞ വർത്തമാനം എന്തുവെന്നറിയാമോ? പ്രസവം നിർത്തണമെന്ന്. ഒരു കുടുംബത്തിൽ പറഞ്ഞ ആണിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ അത്? ഇതൊക്കെ നിർത്തിയിട്ട് നാട്ടിലിറങ്ങി എങ്ങനെ നടക്കും? നാട്ടുകാരെന്ത് പറയും എൻ്റെ ചെറുക്കനെ? 4 പേരുടെ മുമ്പേ തുണി എടുത്തോണ്ടിറങ്ങടോ, അപ്പം നോക്കത്തില്ല. ഒന്നാമത് കുറുനരിയൊക്കെ ഇറങ്ങുന്ന സമയം. ഇയാൾക്ക് പറയാൻ എന്തോ അധികാരമുണ്ട്? ഇയാളും ചെയ്തിട്ടുണ്ടല്ലോ വന്ധീകരണം. അതാണോ ഇപ്പൊ ഇവിടുത്തെ വിഷയം? അല്ല, അതൊന്നും ചോദിച്ചറിയണ്ടേ? ജോത്സ്യന്റെ കാര്യം പറ. അതെ, ഈ വീട്ടിൽ എൻ്റെ മോന്റെ ജാതക പ്രകാരം ജോത്സ്യം പറഞ്ഞേക്കുന്നത് അവന് 3ാമതൊരു കൊച്ചുണ്ടായാൽ മാത്രമേ അവൻ രക്ഷപ്പെടത്തുള്ളെന്നാ. അതുകൊണ്ട് അവന്റെ കാര്യമാണ് ഞങ്ങൾക്ക് മുഖ്യം. അവൻ രക്ഷപ്പെടണമെങ്കിൽ 3ാമതൊരു കൊച്ചു വേണം. അതെ, ഉണ്ടായ 2 എണ്ണത്തിന് നിങ്ങൾ നോക്കിയിട്ടില്ലല്ലോ. നോക്കിയിട്ടുണ്ടല്ലോ.
അല്ല ഇപ്പൊ നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ, ബുദ്ധിമുട്ട് മനസ്സിലായി കാണുമല്ലോ. എന്ത് ബുദ്ധിമുട്ട്? ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ പിള്ളേരെ നോക്കണേ നല്ല ശ്രദ്ധയോടും സ്വാതന്ത്ര്യത്തോടും തന്നെയാണ്. പക്ഷെ ഇനിയും ഉണ്ടാവുന്ന കൊച്ചിനെ ഞങ്ങൾ ഇവിടെ വളർത്തും. നിങ്ങളുടെ രാശി കൊച്ചാ അത്. ഇനി തന്നാ ഞാൻ നോക്കിക്കോളാം. അടുപ്പിച്ച് വെക്കും. കൊച്ചിന്റെ അമ്മമ്മ തള്ളയല്ലോ നോക്കുന്നത്, വിടർത്താൻ. അതെ, എൻ്റെ മോക്ക് കുറെ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ അവളെ പുറത്തേക്ക് വിടണം, അല്ലെങ്കിൽ ഇവിടെ നിർത്തണമെങ്കിൽ അവളുടെ പ്രസവം നിർത്തണം, അതല്ലെങ്കിൽ നിങ്ങൾ അവൻ്റെ അത് നിർത്തണം. കേട്ടാ? കടിക്കൂ. എൻ്റെ അശ്വതി മോക്ക് അതാ താല്പര്യമെങ്കിൽ എൻ്റെ മരുമോനെ മയക്കി കിടത്തിയിട്ട് ആശുപത്രി കൊണ്ടുപോയിട്ടെങ്കിലും ഞാൻ അവനെ ചെയ്യിക്കും. അല്ലേടി? ആ അതെ, ഇത്രയും നാള് ഞങ്ങൾ ക്ഷമിച്ച്, ഇനി ക്ഷമിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. ഇനി മൂന്നാമതൊരു കൊച്ചും കൂടി ഉണ്ടായാലേ ഞങ്ങൾക്ക് നോക്കാൻ പറ്റിയല്ല. ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്ന വരെ ഞാനും എൻ്റെ പെണ്ണുമ്പിള്ളയും ഈ വീട്ടിൽ തന്നെ താമസിക്കും. ഇയാൾക്ക് കാണിക്കാൻ പറ്റുന്ന കാണിക്കണം. നടക്കുന്ന കാര്യമല്ല, ഇറങ്ങി പോയാട്ട്. എന്റെ വീടായത്. ഇത് ഞങ്ങളുടെ മോള് താമസിക്കുന്ന വീടാ. ഇയാള് പോയാട്ടെ. പിന്നെ എവിടെ കയറി താമസിക്കാൻ പോകുന്ന രണ്ടെണ്ണം കൂടെ പോയാട്ട് ഇറങ്ങി. ഞങ്ങൾ ഇവിടെ താമസിക്കും. അതെ. ആഹാ, അവിടെ വർത്തമാനം കേട്ടില്ലേ? വള്ളിപ്പേര് പോലെ നാട്ടിൽ പറഞ്ഞു കേട്ടില്ലേ? ഓരോട് തന്റെ വള്ളിപ്പേര് വന്നപ്പോ അതിലുള്ള ഒരു ഊള നോട്ടം, കൂടുകൂട് സംസാരം, മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിലേ ചെപ്പടിച്ച് പൊളിക്കും ഞാൻ. ഇമാതിരി വർത്തനം എന്നോട് പറയാൻ വരരുത്. എന്റെ പെണ്ണുമ്പോളോട് പറയണോ? മനസ്സിലായതാ? ഒരു വാക്കുറ വാക്കാ പൊട്ടിക്കുന്ന പൊട്ടിക്കും. നീയാണ് ഏറ്റവും വലിയ ഇരിക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും പറയണ്ടെങ്കിൽ മുഖത്തൊക്കെ പറയണോ? ഒന്നും പറയാനില്ല. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഒരു കുന്തം ഉണ്ടാക്കണ്ട. ഞങ്ങളിവിടെ താമസിക്കുന്ന ആൾ താമസിച്ചിരിക്കും. മാറി നമ്മുടെ പോകാം. നമുക്ക് എവിടെ പോകാൻ താമസിക്കാം. ഏത് റൂമാടി നിന്റെ? ഞാൻ എന്റെ ഭർത്താവിനെ ബഹുമാനിക്കുന്നതുകൊണ്ട് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. എന്റെ ഭാര്യയെ ബഹുമാനിക്കുന്ന ഞാനൊന്നും മിണ്ടുന്നില്ല. എന്റെ നാക്ക് തരിച്ചു കയറി ഞാൻ രണ്ട് പറയട്ടെ ചേട്ടാ. ശരി, പറഞ്ഞിട്ട് വാ. പിടിച്ചിരുത്ത് മനുഷ്യ എന്നെ ഇവിടെ. വേണ്ട വേണ്ട, എന്റെ കേറി പോയി. അതുകൊണ്ട് ഞാനിവിടെ ഇരിക്കുന്നു. പെണ്ണുപിള്ളെ തിന്നാന്. അച്ഛൻ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. എൻ്റെ പൊന്നച്ഛൻ ഇതൊക്കെ പോസിബിൾ ആണെന്ന് വെച്ചാൽ ഞാൻ അവള് പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും അറിയുന്നത്. ഇത് വെച്ചാ ഇത് ഇതൊക്കെ സാധാരണ അല്ലടാ മോനെ. അച്ഛൻ ചെയ്തിട്ടുണ്ടോ? എന്തായാലും ഞാനൊരു കാര്യം പറയാം. അവള് പറയുന്നതിനോട്ട് എനിക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. എനിക്ക് എൻ്റെ അച്ഛനും അമ്മ പറയുന്നതിനോട്ടേ കേൾക്കാൻ പറ്റത്തുള്ളൂ. നീ അവര് പറയുന്ന കേട്ടോ, പക്ഷെ അവൾക്കും ഇല്ലടാ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ. നിന്നെ മാത്രം വിശ്വസിച്ചിറങ്ങി വന്ന പെണ്ണാവള്. എടാ, അവൾക്ക് നിന്നെ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ മുന്നും പിന്നും നോക്കാതാ അവളെ നിനക്ക് കെട്ടിച്ചു തന്നത്. സൗദി ജോലി ഉണ്ടായിരുന്ന അവൾക്ക് കല്യാണത്തിന് മുമ്പ്. അതും കളഞ്ഞിട്ടാണ് അവൾ നിൻ്റെ കൂടെ ഇപ്പം നിൽക്കുന്നത്. എടാ, അവിടേക്ക് തന്നെ അവൾക്ക് വീണ്ടും ഓഫർ വന്നിരിക്കുന്നത്. അവളെ എത്ര ലക്ഷം മുടക്കി പഠിപ്പിച്ചതെന്നറിയാം. നീ ഒറ്റൊരുത്തൻ കാരണമാണ് അവളുടെ ഈ കരിയർ തന്നെ അവൾ നശിപ്പിക്കുന്നത്. എടാ, നിനക്കൊരു കാര്യം അറിയോ? നാളെ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി. നിൻ്റെ ബർത്ത്ഡേക്കും വെഡിങ് ആനിവേഴ്സറിക്കും അവൾ എന്തും വേണ്ടി ഗിഫ്റ്റ് നിനക്ക് മേടിച്ചു തന്നിട്ടുണ്ട്. നീ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അവൾക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? ഒരു മുട്ടുസൂചിയെങ്കിലും നീ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? എടാ, അവൾ സൗദിക്ക് പോകുന്നത് അവൾക്ക് വേണ്ടി മാത്രമല്ല, നിനക്കൂടെ വേണ്ടിയിട്ടാണ്. നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനാണ്. ഇത്രയും കാര്യം അവൾ നിനക്ക് വേണ്ടി ചെയ്യുമ്പോൾ അവൾ പറഞ്ഞ ആ ഒരു കാര്യം നിനക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ ചെയ്യണ്ട, വിട്ടേരെ. ഇതൊരു നടക്കി പോകത്തില്ല. ഇല്ലില്ല, ഇത് നമ്മൾ രണ്ടുപേരും തിന്നാ തീരത്തുമില്ല. എന്തുവാ? കേക്കിന് കാര്യമില്ലേ? ഒന്നും പറയുന്നില്ല ഞാന്. നിങ്ങൾ ആ തള്ളേനെ വെല്ലുവിളിച്ചത് കേട്ടോ? ഞാൻ കേട്ടു. എന്റെ നാക്ക് ചൊറിഞ്ഞു വന്നതാ. എന്നിട്ട് എന്തൊന്നും മിണ്ടാഞ്ഞേ? ഞാൻ എന്താ പറയാൻ പിന്നെ മറന്നുപോയി. മറക്കും. എന്നെയല്ലേ പറഞ്ഞത്, അതുകൊണ്ടായിരിക്കും. അതെ, അവര് പറഞ്ഞ് ആ പെൺകൊച്ചിന്റെ പ്രസവം നിർത്തത്തില്ലെന്ന്. അങ്ങനെ പറഞ്ഞോ? അത് ഞാൻ കേട്ടില്ലല്ലോ. നിങ്ങളുടെ ചെവി എവിടെയായിരുന്നു? ഞാൻ വേറെന്തോ ശ്രദ്ധിച്ചോണ്ടിരിക്കുവായിരുന്നു. നമ്മുടെ ചെറുക്കൻ പ്രസവം നിർത്തണമെന്ന്. അവരാരാ പ്രസവം നിർത്തണമെന്ന് പറയാന്? അവർക്ക് വേണമെങ്കിൽ അവിടെ ഭർത്താവിന്റെ പ്രസവം നിർത്തട്ടെ. നമ്മുടെ ചെറുക്കനെ പ്രസവം നമ്മളാ നിർത്തേണ്ടത്. അത് നമ്മൾ തീരുമാനിക്കും. അത് നമ്മൾ അവിടുത്തെ കാര്യം തീരുമാനിക്കണ്ടേ? വീടോട്ട് കയറി പോയേക്കുന്നു. ഉണ്ടോ? എന്തിനാ പോവാനാന്നോ? അല്ലല്ല, എന്താ അറിയണ്ടേ? ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല. നമ്മള് ഒരു ലക്ഷം എടുത്തോട്ടെ. വേണ്ട, നമ്മള് ആ കൊച്ചിനെ പ്രസവിപ്പിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമ്മൾ നമ്മുടെ ചെറുക്കനെ വരുതിയിലാക്കണം. അവനെ വരുതിയിലാക്കണം. അല്ല, അതിന് നമ്മളിപ്പോ എന്ത് ചെയ്യണം? നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങണം. നമ്മള് പ്രകൃതി ഇറങ്ങിയാൽ ചെറുക്കൻ വരുതിയിലാകുമോ? അതിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രകൃതിയിലോട്ട് ഇറങ്ങി ചെന്ന് പ്രകൃതിയുടെ കൂട്ടുകളെല്ലാം പറിച്ച് അരച്ച് കലക്കി മുരിങ്ങയ്ക്കാൻ പറയണ്ടേ? അല്ല, അതിന് നമ്മളിപ്പോ എന്ത് ചെയ്യണം? അവന് ശക്തി ഉണ്ടാക്കണം. ശക്തി കിട്ടുമെന്ന് വിചാരിച്ചു.
നമ്മളിപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അവനെ ഊഞ്ഞാലിരുത്തി കൂനാങ്കുണ്ടിയിട്ട് ആട്ടണം. അപ്പം അവള് പ്രസവിക്കും. സോറി പ്രസവിക്കും. നല്ല ഒന്നില് നിന്ന് പോയത്. ഇത് വാറന്ത ഇങ്ങോട്ട് മുതുക്ക് തന്ത. കേക്ക് വേണമെങ്കിൽ ഒന്നും ഇത് എടുക്കാനും പറ്റുന്നില്ലല്ലോ. ഇങ്ങോട്ട് വാ. ഇത് വിളഞ്ഞോ എന്തോ. ഇങ്ങോട്ട് വാ മനുഷ്യ. ഇത് വിളഞ്ഞില്ലല്ലോ. അങ്ങോട്ട് പിടിയോട്ട്. വാഴക്കൂമ്പ് വേണോ? വാഴക്കൂമ്പ് വാഴക്കൂമ്പ് വെച്ചാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവൂ? എനിക്കറിയത്തില്ല. ഇച്ചിരി മുരിങ്ങല പറിച്ചേ തോരൻ വെക്കാം. നല്ലതാ കേട്ടിട്ടുണ്ട്. കൃമിക്ക് അത് നിങ്ങൾ മതിലിന് വിളി കയറട്ടെ. അതിന്റെ മേലെ കയറി എനിക്ക് വയ്യ കേട്ടോ. നടു ഒടിഞ്ഞിരുന്ന് ഞാൻ നോക്കാൻ ഒരു കൊച്ചുപോലും ഉണ്ടാവാൻ ഞാൻ എന്ത് സഹിക്കും. ഈ മനുഷ്യൻ ഹിന്ദുത്തിന്റെ സോക്കേടാണ്. നിങ്ങൾ എന്തോ മനുഷ്യ ഇവിടെ നിക്കുന്നേ? എന്തോ ഇവിടെ നിക്കുന്നേ? മത്തവള്ളി. മത്തവള്ളി കൊണ്ട് എന്തോ എടുക്കാനാ? മത്തം കുത്തിയാ കുമ്പളം മുളയ്ക്കുമല്ലോ. ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വന്നേ. മത്തം വേണ്ടേ? ആ മത്തം വേണ്ട. ഇതൊന്ന് എടുത്തേ. എടുത്തേ ഇതൊന്ന് എടുത്തേ. ആ എടുത്തോ അങ്ങോട്ട്. സാരി കീറല്ലേ? ആ കീറി. ഈ കൂടുതൽ എന്തോ കീറാ സാരിയാണ്. ഓ മുള്ളു മുള്ളുണ്ട്. ഓമയ്ക്ക വേണോ? ഓമയ്ക്ക് വേണം, പക്ഷെ ചെറുതല്ലേ. ചെറുതാണെങ്കിലും എന്ത് ജ്യൂസ് അടിക്കാമല്ലോ. ജ്യൂസ് അടിക്കേ അച്ഛാ. പെങ്കൊച്ചിന് കൊടുക്കാം. പച്ച ജ്യൂസ് നല്ലതാ. പെങ്കൊച്ചിന് കൊടുക്കാനോ? പെങ്കൊച്ചാണ് നിങ്ങളുടെ മോള്? ആണോ? നമ്മുടെ മോന് കൊടുക്കാനാ. വയറൊക്കെ ഒഴിഞ്ഞ് വയറൊഴിയാലെന്നോ? വയറൊഴിയാനാ. എന്നാ എനിക്കും വേണം. വരെ ശല്യം ഉണ്ട് കുറച്ച്. അതിഥി നിക്കത്തില്ല. വിം വേണ്ടി വരും. വേണ്ടി വരും. കലക്കി കുടിക്കണ്ടേ? അതുമാതിരി വരെയാ. എനിക്ക് മുള വേണം. നോക്ക്. മുളയോ? എന്റെ മനുഷ്യ, ഇത് മുളയല്ല, ഇത് കരിമ്പാ. ഇത് അവര് പറഞ്ഞ മുള വേണല്ലോ. ഇത് കൊള്ളാം. നല്ല പല്ലൂടെ കളയല്ലേ. ഇതേ നല്ലതാ. നല്ല രുചിയാണ്. നമുക്ക് എടുക്കാം. കയ്പുള്ള സാധനമൊക്കെ പിള്ളേർക്ക് കൊടുക്കാം. അത് പിന്നെ വന്ന് പറയാം. വേണ്ട വേണ്ട. മച്ചാനെ, അളിയ സർജറി കഴിഞ്ഞു. ഒരു കുഴപ്പമില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നു. എൻ്റെ മച്ചാനെ ഈ പറയുന്ന പോലെ വേദനയില്ല, ഒന്നുമില്ല. കൂടിപ്പോയാൽ 10 മിനിറ്റത്തെ കേസ് കേട്ടേ ഉള്ളു. ആ അതെ അതെ അതെ, നാളെ മുതൽ ജോലിക്കും പോകാമെന്ന് പറഞ്ഞു ഡോക്ടർ. എൻ്റെ മച്ചാനെ, നാളെ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലയോ. അപ്പം ഞാൻ വിചാരിച്ച് അവൾക്കൊരു സർപ്രൈസ് കൊടുത്തേക്കാവുന്ന. അതിന് ചെയ്തയാ. ആ എന്തിനാ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യമൊക്കെ നമ്മൾ നോക്കുന്നേ? ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ടത് ഞങ്ങളല്ലേ നോക്കേണ്ടത്? അവരെ വിട്. ആ അളിയ, ഞാനേ വീട്ടിലെത്തി. ഞാൻ വിളിക്കാം. ഞാൻ ഈ സർപ്രൈസ് ഗിഫ്റ്റ് ഒന്ന് കാണിക്കട്ടെ. ആ ശരി എന്നാൽ. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. വേണ്ടേ? ഇത് ചൂടോടെ കുടിച്ചാട്ടെ. നല്ല പരിശുദ്ധമായ ഗോമൂത്ര, നാരങ്ങയും പിഴിഞ്ഞ് ഉപ്പ് ഇട്ടതാ. ചതവിന് നല്ല. അയ്യേ അറിയിട്ട് വയ്യ. കുടിക്കടി, ഇത് നല്ലതല്ലേ. അണ്ട മുക്കുത്തിയൊക്കെ വളഞ്ഞിരിക്കുന്നു കേട്ടോ. അത് നൂരാൻ നോക്കിക്കേ. അച്ചുവേ, അച്ചൂസേ, അച്ചൂസേ. അച്ചൂസൊക്കെ പോയി. അശ്വതി എന്ത് ചോദിച്ചാ? അശ്വതി പോയി. ഭരണി മാത്രമേ ഉള്ളൂ ഇപ്പം. ഭരണി പോലായി. അമ്മ 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 ഇതെന്തുവാ? അമ്മയുടെ മോന്തക്കിട്ട് ഇടിച്ചിട്ടേ അവൾ ഇറങ്ങി പോയി. എന്തിന്? അമ്മേ, എന്റെ പാസ്പോർട്ട് ഇങ്ങനെ തന്നെ. ഞാനും കൊടുത്തില്ല. അയ്യോ, ഞാൻ കണ്ടത് എന്റെ റൂമിൽ കയറി എടുക്കുന്നത്. കള്ളം പറയല്ലേ. കണ്ടെങ്കിൽ പിന്നെ എന്തിനാ ചോദിക്കുന്നത്? എന്റെ പാസ്പോർട്ട് തരാൻ എനിക്ക് അടുത്ത ആഴ്ച പോകണം. ഞാൻ തരത്തില്ല. നീ എന്തോ ചെയ്യുമെന്ന് വെച്ചാൽ അങ്ങ് ചെയ്യങ്ങ്. അമ്മ, എനിക്ക് പോവണം. എടി എടി എടി, നീ എന്തിനാണ് ഈ ചെറിയുന്നത്? എന്റെ ചെറുക്കൻ ഒരു കൊച്ചിനെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ നിനക്കത് വയ്യ. നിനക്ക് നിന്റെ കരിയർ ആവരുത്. അതുപോലെ എന്റെ ചെറുക്കന്റെ കരിയറാണ് എനിക്കും വലുത്. അതുകൊണ്ട് നിനക്ക് നിന്റെ പാസ്പോർട്ട് തരത്തില്ല. ചെറുക്കനെ വന്ധീകരിക്കണല്ലോടി. കാണിച്ച് തരാൻ ഞാൻ. ഓ, അമ്മയ്ക്ക് അത്ര കൊച്ചിനെ ആവശ്യമാണെങ്കിൽ അമ്മ അങ്ങ് പ്രസവിക്കുക. എനിക്ക് പറ്റത്തില്ല, എനിക്ക് പോണം. ആഹാ, അല്ലേ പെണ്ണിന്റെ ഒരു. എന്നാ നീ നോക്കിക്കോ, നിന്റെ പാസ്പോർട്ട് ഞാൻ കത്തിച്ച് കളയും. കാണാം, നീ പോന്നൊന്ന് കാണട്ടെ. അമ്മ ആവശ്യമില്ലാത്ത ചൊറിയല്ലേ ചുമ്മാ വെറുതെ. തരത്തില്ലടി. നീ എന്താന്ന് വെച്ചാ നീ എന്താ ചെറിയുന്നെന്താ? അടിക്കടി അടിക്കടി ഒന്ന് അടിച്ചേ. അടിച്ചേ അടിച്ചേ അടിച്ചേ. ആ
ഞാൻ വെറുതെ നിന്നതേ ഉള്ളു മോനെ. എന്നെ എടുത്തിട്ട് പാസ്പോർട്ട് എടുത്തോണ്ട് പോയി. അവള് പോന്നെങ്കിൽ പോട്ടറാ. പാസ്പോർട്ട് മേടിച്ചേ ഡിവോഴ്സ് വേണമെന്നാ പോയേക്കുന്നത്. എന്തിന്? ഇനി ഇങ്ങോട്ട് കയറത്തില്ലെന്ന്. വേണ്ട, നീ ഒരു കാര്യം ചെയ്, വേറെ കല്യാണം കഴിക്കുക. എന്നിട്ടേ 3ാമത്തെ കുട്ടി ഉണ്ടാകുമ്പോൾ നിന്റെ സമയം മാറും. നിന്നെ കൊണ്ട് പറ്റും മക്കളെ. He thinks it's a big scam, running from the health man. Saying Jen Porter, man. The Great Escape Plan.